ഇനി ആകെ 40 ദിവസങ്ങൾ മാത്രം ബാക്കി. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അതിനു മുൻപായിട്ട് നമ്മുടെ ഈ പറയുന്ന വീഡിയോൻ്റെ താഴെ ഒരു വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. എല്ലാവരും അതിൽ കയറി ഒന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ +1 സംബന്ധിച്ച എല്ലാ അപ്ഡേറ്റും ആ ചാനലിനകത്താണ് വരുന്നത്. അതിനു പുറമെ ഡെയിലി നിങ്ങൾക്ക് പോൾ ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ സ്വന്തം ടീച്ചേഴ്സ് ആ വാട്സപ്പ് ചാനലിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സിമിലർ വേ കുറേ അഡീഷണൽ ക്വസ്റ്റ്യൻസും അപ്ഡേറ്റ്സും എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. സോ എല്ലാവരും അതിനകത്തൊന്ന് ജോയിൻ ചെയ്യുക. ഇനി നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കാം. ഇനി ആകെ 40 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. എന്തിനെന്നല്ലേ? നമ്മുടെ സ്വന്തം ഓണപ്പരീക്ഷയ്ക്കാണ് ഇനി 40 ദിവസം മാത്രം ബാക്കിയുള്ളത്. സോ എപ്പോഴാണ് ഓണപ്പരീക്ഷ നടക്കാൻ പോകുന്നത്? ഉറപ്പിച്ചോളൂ മക്കളെ, മനസ്സിലങ്ങ് ഉറപ്പിച്ചു വെച്ചോളൂ. ഈ വരാൻ പോകുന്ന സെപ്റ്റംബർ 1st വീക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഓണപ്പരീക്ഷയുണ്ട്. സാറേ, ഞങ്ങൾക്കിപ്പോൾ ക്ലാസ് ആരംഭിച്ചതല്ലേ ഉള്ളൂ, ഞങ്ങൾക്കൊരു ഒഫീഷ്യൽ ഓണപ്പരീക്ഷ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നായിരിക്കും നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഇപ്പോൾ ഉയർന്നു വന്ന ചോദ്യം. തീർച്ചയായും നിങ്ങൾക്ക് ഓണപ്പരീക്ഷ ഉണ്ടാവാം. പക്ഷെ അതിന് 2 പോസിബിലിറ്റീസാണ് ഉള്ളത്. ഒന്ന്, ഏതോ നിങ്ങൾക്ക് സ്കൂളുകാർ നടത്തുന്ന ഒരു അൺഒഫീഷ്യൽ എക്സാം ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുള്ള ഒരു ഒഫീഷ്യൽ പ്രോപ്പർ ടൈം ടേബിളോട് കൂടിയ ക്വസ്റ്റ്യൻ പേപ്പറോട് കൂടിയ ഒരു പ്രോപ്പർ എക്സാം ആവാനും സാധ്യതയുണ്ട്. പക്ഷെ ഞങ്ങൾക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം നിങ്ങൾക്കൊരു ഒഫീഷ്യൽ എക്സാം ആവാൻ തന്നെയാണ് കൂടുതൽ സാധ്യത. അതിൻ്റെ കാരണം എന്തെന്നല്ലേ? അതിൻ്റെ കാരണം നിങ്ങളുടെ ക്ലാസ്സുകൾ ഇത്തവണ കുറച്ചധികം നേരത്തെയാണ് ആരംഭിച്ചത്. ജൂൺ മാസം അവസാനമാവുമ്പോഴേക്കും +1 ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. സോ അതിനാൽ തന്നെ ഓരോ സ്കൂളുകളിലും 2-3 ചാപ്റ്റേഴ്സ് ഓരോ സബ്ജക്റ്റുകളുടെ ഇപ്പോൾ തന്നെ എടുത്തു തീർത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, നിങ്ങളുടെ ഓണപ്പരീക്ഷ എന്തായാലും ഉണ്ടാവും. ഇനി അത് നമ്മുടെ സ്കൂളുകാർ നടത്തുന്ന പരീക്ഷയാണെങ്കിൽ പോലും നിങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളൊരു കോൺഫിഡൻസിലാണ്. അതായത് +1 ഞങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടും, കാരണം നിസ്സാരമാണ്, ഞാൻ പഠിച്ചെടുക്കും, അവസാന മൊമെൻറ്റിൽ ഞാൻ മനസ്സിലാക്കിയെടുക്കും എന്നൊക്കെയുള്ള ചിന്താഗതികൾ, തോന്നലുകൾ നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട്. എന്നാൽ ആ തോന്നലുകളുടെ കൂമ്പാരം തകിടം മറിയാൻ ഈ പറയുന്ന ഓണപ്പരീക്ഷ വലിയ റോള് വഹിക്കും. കാരണം ഓണപ്പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്താണ് +1 എന്നും +1ൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്താണെന്നും നിങ്ങൾ തിരിച്ചറിയുക. കാരണം നമ്മൾ 10ാം ക്ലാസ്സിൽ വിചാരിച്ച സ്പൂൺ ഫീഡ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ല +1 ഫെസ്റ്റിവൽ നിങ്ങളെ കാത്തിരിപ്പുള്ളത്. ഡയറക്റ്റ് കണ്ടന്റുകൾ അതുപോലെ പരീക്ഷ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. മറിച്ച് ഇൻഡയറക്റ്റ് ആയ ക്വസ്റ്റ്യൻസും ഡെറിവേഷൻസും എല്ലാം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. സോ അത് ക്രാക്ക് ചെയ്യുമ്പോഴാണ് മക്കളെ ഒരു അന്തസ് ഉണ്ടാവുക. സോ അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുക. ഇനി ഈ പറയുന്ന +1 പരീക്ഷ നിങ്ങൾ പ്രോപ്പർലി അറ്റംപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ, ഒരു ചാപ്റ്റർ ഇപ്പോൾ നിങ്ങൾ പഠിച്ചു എന്നിരിക്കട്ടെ, ആ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഓരോ ചോദ്യങ്ങളുടെ വെയിറ്റേജുകളും നിങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു പരീക്ഷ എഴുതുമ്പോഴാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, +1ൽ 10ാം ക്ലാസ്സിലുപരി നിങ്ങളെ കാത്തിരിപ്പുള്ള ഡെറിവേഷൻസിൻ്റെ ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓരോ ഡെറിവേഷൻസും 1-1.5 പേജുകളുണ്ട്. സോ അത് വിശാലമായി തന്നെ എഴുതി കഴിഞ്ഞു വെച്ചാൽ നിശ്ചിത സമയത്ത് നമുക്ക് പരീക്ഷ എഴുതി തീർക്കാൻ വേണ്ടി സാധിക്കുകയില്ല. സോ ടൈം മാനേജ്മെൻറ്റ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു പരീക്ഷ എഴുതിയേ തീരും. അടുത്ത കാര്യം, നമ്മുടെ സ്ട്രെങ്ത് പോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് നിങ്ങൾ ഓരോരുത്തരുടെയും വീക്ക്നെസ് എന്തെന്ന്. കാരണം നമ്മുടെ വീക്ക്നെസ് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ മരുന്ന് അല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷനിലൂടെ അത് നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുക. സോ ഇതിനെല്ലാത്തിൻ്റെയും ഉത്തരമാണ് ഓണപ്പരീക്ഷയിൽ നിങ്ങൾ നേടാൻ പോകുന്ന മികച്ച മാർക്ക്. അതിനെന്ത് ചെയ്യണമെന്നല്ലേ മക്കളെ? അതിന് നമുക്ക് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, തുടക്കം മുതൽ പഠിച്ചു തുടങ്ങുക. നാളേക്ക് മാറ്റിവെക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അതങ്ങ് ഒഴിവാക്കുക. ഇന്ന് തന്നെ ഓൾറെഡി പഠിക്കാനുള്ള പോർഷൻസ് അങ്ങ് പഠിച്ചു തീർക്കുക. കാരണം 40 എന്ന് പറയുന്നത് വലിയ നമ്പറൊന്നുമല്ല, വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന തോന്നൽ അല്ലെങ്കിൽ എന്ന യാഥാർത്ഥ്യം നിങ്ങളുടെ മനസ്സിലൊക്കെ വെച്ചിട്ട് ഒരു പ്രോപ്പർ സ്ട്രക്ചേർഡ് ടൈം ടേബിളും സ്റ്റഡി പ്ലാനിലൂടെ വൃത്തിയായി തന്നെ പഠിച്ചു തുടങ്ങുക. ഇനി നമ്മുടെ ഫിസിക്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് ഉറപ്പായും നിങ്ങളുടെ പരീക്ഷാ പേപ്പറിൽ കണ്ടിരിക്കും. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ഉണ്ടാവും, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടാവും, മോഷൻ ഇൻ എ പ്ലെയിനും ഉണ്ടാവും, ചിലപ്പോൾ മാത്രം ലോസ് ഓഫ് മോഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ ആദ്യത്തെ 3 ചാപ്റ്ററിന് വളരെയധികം പ്രാധാന്യം കൊടുത്ത് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങണം. ഇപ്പോൾ ചില കുട്ടികളുണ്ടാവും, സാറേ ഞങ്ങൾക്ക് ഒരു പ്രോപ്പർ സ്ട്രക്ചേർഡ് ടൈം ടേബിൾ കൃത്യമായി ഫോളോ ചെയ്യാൻ സാധിക്കുന്ന ഒരാളല്ല, എനിക്കൊരു എക്സ്റ്റേണൽ സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട്, ഇനിയും ഞങ്ങൾക്ക് അഗ്നി ബാച്ചിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നിപ്പോൾ മനസ്സിൽ ഒരു കുറിയെങ്കിലും ആലോചിച്ച മക്കളുണ്ടാവും. തീർച്ചയായും മക്കളെ, ഇനിയും നമ്മുടെ അഗ്നിയുടെ 2nd ബാച്ചിനകത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. സോ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രം, ഒട്ടും തന്നെ സമയം വൈകിപ്പിക്കാതെ താഴെ സ്ക്രോളിൽ പോയിക്കൊണ്ടിരിക്കുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഇനിയും നമ്മൾ അടിപൊളിയായി പഠിച്ചു കഴിഞ്ഞാൽ ഓണപ്പരീക്ഷയിൽ കണ്ണഞ്ചിപ്പിക്കുന്ന വിജയം നിങ്ങൾക്കും കരസ്ഥമാക്കാൻ പറ്റും. സോ ഒട്ടും ലേറ്റ് ആക്കരുത്, ജോയിൻ ആവും.